മക്കൾ, വിദ്യാർത്ഥികളായ മക്കൾ എല്ലാവർക്കും ആദ്യമായി അസ്സലാമു നമസ്കാരം. നിങ്ങളുടെ മുമ്പിൽ നിന്ന് എനിക്ക് എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ ഒരുപാട് സന്തോഷം. ഞാൻ ഇവിടെ നോക്കുമ്പോൾ എൻ്റെ പഴയ ഓർമ്മകൾ വന്നത്, ഞാൻ കണ്ണൂർ സിറ്റി ഹൈസ്കൂളിൽ പഠിച്ച ആളാണ്. കണ്ണൂർ നിങ്ങളെ നാട്ടുകാരനാണ്. കണ്ണൂർ 1-2 ലോഡ്ജിൽ ഓണം കൂടെ സംഗമോ റോഡ് സംഗമോ ഇതൊക്കെ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ശരി കൂടുതലും സംസാരിക്കുന്നില്ല. നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമാണ്. നമ്മൾ ടീച്ചർ പറഞ്ഞ മാതിരി നിങ്ങളെപ്പോൾ ഈ കാലുകൾ അനക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം എന്നുള്ളത് നമ്മൾ ബ്ലഡിലോട്ട് പോകുക. ബ്ലഡിന് ചെറിയ സ്ലോ ആകുമ്പോൾ നമുക്ക് തലകാരം കൂടുതൽ കേരളിൽ ശരിക്കും ഇങ്ങനെ നനയ്ക്കാൻ പറ്റും. നമ്മൾ 5 പേരുണ്ട്. നല്ലൊരു എക്സസൈസുണ്ട്. ടീച്ചർ പറഞ്ഞത് നല്ലൊരു കാര്യമാണ്. അതുപോലെ നമ്മളെ സിനിമ പട്ടിനെ പറ്റി വിഷഭാഗത്തെ പറ്റി പഠിപ്പിച്ചാണ്. അതുപോലെ നിങ്ങൾ ചെയ്യാം. കാരണം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും പുറത്തേക്ക് പോകുമ്പോൾ പട്ടികളെ കാണുമ്പോൾ നിങ്ങൾ അവരെ കുറിച്ച് നോക്കിയോ അവരെ കൈയോട് ആക്ഷൻ അടിക്കുന്ന ആക്ഷൻ കാണിക്കുമ്പോൾ അവർ ഓപ്പോസിറ്റ് നമ്മൾ നേരെ വരും. അതിനെ കണ്ടാൽ ഒരു മൈൻഡ് ചെയ്യുക. അതൊരു സൈഡിലെ കൂടി പോകണമെങ്കിൽ പട്ടി നമ്മളൊന്നും ചെയ്യില്ല. അത് നമ്മൾ കുറേ കാര്യം ശ്രദ്ധിക്കാറുണ്ട്. പട്ടിൻ്റെ കഴുത്ത് അങ്ങോട്ട് കാരണം കണ്ട പട്ടി നല്ല പട്ടികളുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ പട്ടിക്ക് ഈ ഭ്രാന്താവുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ശരിക്കും ഞാനൊരു കലാകാരൻ കൂടിയാണ്. ഇപ്പോൾ ഇവിടെ വന്നത് നിങ്ങൾക്കല്ലോ ഒരു വായിക്കാനുള്ള പാത്രം എൻ്റെ വക തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരു വർഷം ഞാൻ ഏറ്റിരിക്കുകയാണ് നമ്മളെ രാഷ്ട്രീയത്തിലെ ആൾക്കാരോട്. നമ്മളെ എല്ലാ ഒരുവിധ സ്കൂളൊക്കെ എൻ്റെ വക എന്തിനാണെന്നറിയോ, നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ വിജ്ഞാനം കൂടുതൽ. അതുകൂടാതെ ഇന്ന് നടക്കുന്നത് നമ്മൾ പിഞ്ചു മക്കളെ നശിപ്പിക്കാൻ വേണ്ടി പലരും പരിശ്രമിക്കുന്നത് ലഹരി എന്ന് പറഞ്ഞാൽ പല വീട്ടിലെ നമ്മുടെ പാട്ടൊരു ലഹരിയാണ്, നമ്മൾ അഭിനയം ഒരു ലഹരിയാണ്. പക്ഷെ നമ്മൾ വായന ലഹരി, ആ വായന ലഹരിയിൽ നിങ്ങൾ ഉൾപ്പെടണം. എന്താ പറയുക, നമ്മൾ നശിപ്പിക്കും. നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. നിങ്ങൾക്ക് ലഹരിയുടെ മുട്ടായി തരും, വേറെ പലതും തരും, നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോകും മോശമായ രീതിയിൽ. നിങ്ങൾ മാതാപിതാക്കളൊന്നും ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ മാതാപിതാക്കളെ ശരിക്കും നമ്മൾ ദൈവമാണ്. എന്താ പറയുക, അവർ നമ്മൾ ഈ നിലയിൽ എത്തിക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെടുന്നുണ്ട്. അത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട. കാരണം നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ കുടുംബക്കാരെന്ന് ഒരിക്കലും പഠിപ്പിക്കരുത്. നിങ്ങൾ മോശമായി പെരുമാറുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന മാതാപിതാക്കളാണ്. അവരൊരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല. അതുപോലെ നിങ്ങൾ പട്ടി ഒരു കാര്യം ചെറിയ, ഞാൻ കൂടുതൽ പറയുന്നില്ല, എനിക്ക് ഒരു ചെറിയ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന് പട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല പട്ടികളുണ്ട്. ഞാൻ പല സ്ഥലങ്ങളും കേരളത്തിലെ കാസർഗോഡ് തിരുവനന്തപുരം വരെയുള്ള ഭിന്നശേഷി മക്കളെയും ഓട്ടിസം മക്കളെയും അതുപോലെ അഗ്നിമന്ദിരങ്ങളിലും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എൻ്റെ ഓഫീസിൽ വന്ന 10-250 അവാർഡ് എനിക്ക് കിട്ടിയതാണ്. എന്തുകൊണ്ട് കലാപരമായിട്ട് വിട്ട് ഞാൻ നല്ല ടെലിഫിലിമിൽ അഭിനയിച്ച വ്യക്തിയാണ്. 2 ഫിലിമിൽ വെച്ച് പഠിക്കുന്ന സമയം ഈ സ്പോർട്സിലും കലാപരമായിട്ടുള്ള ഒരുപാട് സമ്മാനങ്ങൾ വാരിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ പോയി എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഗൾഫ് രാജ്യത്ത് പോയിട്ട് അടുത്തായിട്ട് എനിക്ക് കഴിഞ്ഞ മാസം ഗൾഫിൽ നിന്ന് 2 അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെയ്ത ത്യാഗം, ഞാൻ ചെയ്ത കാരുണ്യപ്രവർത്തനം. അതുകൊണ്ട് പട്ടിൻ്റെ ഒരു ചെറിയൊരു കാര്യങ്ങൾ പറഞ്ഞുതരാം. പട്ടി നല്ല നമ്മളെ വീട്ടിൽ വളർത്തുന്ന നല്ല പട്ടികളുണ്ട്. ഏത് ഭാഷയിലാണ് സംസാരിക്കാൻ അറിയോ? മക്കൾക്ക് ആർക്കെങ്കിലും അറിയോ പട്ടി ഏത് ഭാഷയിൽ സംസാരിക്കുന്നത്? അല്ല, പട്ടി നല്ല പട്ടികൾ ഹിന്ദി സംസാരിക്കുന്നത് നമുക്കറിയില്ല. നമ്മളെ വീട്ടിൽ പോയ പട്ടി ആദ്യം ചോദിക്കുന്നതെന്നറിയോ? നിങ്ങൾ ആരാന്ന് ചോദിക്കുന്നത്. പിന്നെ ചോദിക്കുന്നത് വൈ, നിങ്ങൾ എന്തിന് വന്നതാണ്. പിന്നെ പട്ടി എന്താ ചോദിക്കുന്നറിയോ? വാട്ട്, എന്ത് വേണമെന്നാണ്. പിന്നെ ഒന്നും നിങ്ങൾ ഉത്തരം കൊടുക്കുന്നത് പട്ടി പോകാനാ പറയുന്നത്. ഫസ്റ്റ് പട്ടി എന്താ ചോദിക്കുന്നത്? പിന്നെ പട്ടി ചോദിക്കുന്നത് വൈ, നിങ്ങൾ എന്തിനാ വന്ന് നിൽക്കുന്നത്. അതും നിങ്ങൾ ഉത്തരം പറഞ്ഞ പട്ടിയെ ചോദിക്കുന്നത് വാട്ട്, എന്ത് വേണം വയ്ക്കുന്നത്. പിന്നെ പട്ടിയെ പോകാനാ പറയുന്നത്. ഇത് നിങ്ങളെ മുമ്പിൽ ഞാൻ പഠിക്കുന്ന ടൈമിൽ മിമിക്രി ഓണത്തിൽ ഇട്ട ഒരാളാണ്. ചെറിയ ചിരിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പത്രം നമ്മൾ എപ്പോഴും വായിക്കുക. നിങ്ങൾക്ക് അതിൽ കൂടി നല്ല മാറ്റങ്ങൾ ഉണ്ടാവും, വിജ്ഞാനം ഉണ്ടാവും. അറിയുവാനുള്ള ജിജ്ഞാസയാണ് വിജ്ഞാനം. മറ്റുള്ള മീഡിയയിലെല്ലാം ശരിക്കും പറയുകയാണെങ്കിൽ
ഫേക്ക് ന്യൂസ് വരുന്നുണ്ട്. അത് നിങ്ങൾ വളരെ മോശമാക്കും. അതുകൊണ്ട് മക്കളെ വീട്ടിൽ നിന്ന് പോയാൽ നിങ്ങൾക്ക് പഠിക്കാൻ തന്നെ ഉണ്ടാവും. വീട്ടിൽ കുറേ പഠിക്കാനുണ്ടാവും. അതിൻ്റെ കൂടെ വായന, മാതാപിതാക്കളോട് കുടുംബക്കാരോടും സഹകരിച്ചു ഓരോ ബേസിലും നിങ്ങൾ പലരും നിങ്ങൾ പല ബേസിലും പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ അങ്ങനെ പോകാം, ഇങ്ങനെ പോകാം. വീട്ടുകാർ തരുന്ന ആളുണ്ടാവും, വേറെ തന്നെ തരുന്ന ആളും. കുഞ്ഞുപോലത്തെ മക്കൾ ഒരിക്കലും നിങ്ങളതിൽ പെടരുത്. നല്ല രീതിയിൽ ജീവിച്ചിട്ട് നല്ല മാതൃക. ഞാനൊക്കെ ഞാൻ കുറേ മാതാപിതാക്കളെ ഉപദേശങ്ങളും കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് നല്ല നിലയിലെത്തി. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. ഓൾ കേരള ലോഡ്ജ് ഓണേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ കുറേ സംഘടന. അപ്പോൾ കൂടുതൽ പറയുന്നില്ല. ഒരു ഉദ്ഘാടന കർമ്മം ചെയ്യാൻ വേണ്ടി വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സലാക്കയുടെ ഒരുപാട് അഭിനന്ദനങ്ങളും നന്ദിയും പറയുന്നു. ഓക്കെ, താങ്ക് യു സർ. അടുത്തതായി